ചിക്കന്നെ വാങ്ങാനായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതാണ്. വേണ്ടാണ്ട് ആവശ്യമില്ലാണ്ട് ചീത്ത വിളിച്ചിട്ടും ആക്കിയിട്ടെല്ലാം പേടിപ്പിക്കുക. ഒക്കെ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഇപ്പോൾ കേട്ട വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഈ 28-ാം തീയതി കഴിഞ്ഞ ജൂലൈ 28-ാം തീയതി ആത്മഹത്യ ചെയ്ത ഫാത്തിമത്തു റിസ എന്ന് പറയുന്ന 20 വയസ്സ് പ്രായമുള്ള സഹോദരിയുടെ വോയിസ് ആണ്. വളരെ ഞെട്ടിക്കുന്ന, തീർച്ചയായിട്ടും അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഭർത്താവായ ആസിഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ആ യുവതി നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ പീഡനത്തിൻ്റെ പരിണിത ഫലം തന്നെയാണ് ആ സഹോദരിക്ക് അവസാനം ജീവൻ ഒടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് തീർച്ചയായിട്ടും ആ വോയിസ് കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പെയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് എന്നുള്ളതാണ്. ജനുവരി 8-ാം തീയതിയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത്. മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതമാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇവർ മുണ്ടേരിമുട്ട സ്വദേശിയാണ് ഈ ആസിഫ് എന്ന് പറയുന്ന മനുഷ്യൻ. കല്യാണം കഴിച്ചതിന് ശേഷം ജനുവരി മാസത്തിൽ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം മാർച്ച് മാസത്തിൽ തന്നെ ഇദ്ദേഹം അവരുടെ ഭാര്യയെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. വിദേശത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ആദ്യം കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നിരന്തരം രാത്രി വർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ആസിഫ് വന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടും മയക്കുമരുന്നുകളെല്ലാം ഉപയോഗിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ഇത് ഫാത്തിമത്ത് റിസ എന്ന് പറയുന്ന 20 വയസ്സുള്ള സഹോദരിക്ക് താങ്ങാൻ വേണ്ടി സാധിച്ചില്ല. കാരണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഭർത്താവ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. ആ ഒരു കാര്യം ആസിഫിനോട് തുറന്നു പറയുന്നു. പക്ഷേ ദിവസങ്ങൾ ഉള്ളിൽ തന്നെ ആസിഫ് അത് തിരുത്താൻ വേണ്ടി തയ്യാറായില്ല. തിരിച്ച് മർദ്ദനമാണ് ഈ ഫാത്തിമത്ത് റിസ എന്ന് പറയുന്ന 20 വയസ്സുള്ള സഹോദരിക്ക് നേരിടേണ്ടി വന്നത്. അങ്ങനെ അവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ ശേഷം ഈ സഹോദരി തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. സ്വന്തം വീട്ടിലെത്തിയതിന് ശേഷമാണ് അവസാനമായിട്ട് ഈ സഹോദരി ജീവൻ ഒടുക്കിയത്. അത് നമ്മളെല്ലാവരും വാർത്തയിൽ കണ്ടു കാണും. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ ഭർത്തൃ വീട്ടിൽ വെച്ച്, ആസിഫിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഈ ഫാത്തിമത്ത് റിസ ഒരു പ്രാവശ്യം ഞരമ്പ് മുറിച്ച് മരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത് പരാജയപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ അത് ഈ ഫാത്തിമത്ത് റിസയുടെ വീട്ടുകാരെയോ കുടുംബക്കാരെയോ ഒന്നും തന്നെ അവർ അറിയിച്ചിരുന്നില്ല. അത് അവർ മൂടി വെക്കുകയുമായിരുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ, ഈ ഭർത്താവ് എന്ന് പറയുന്ന ആസിഫ് എന്ന് പറയുന്ന മനുഷ്യൻ മരണത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ മാത്രമേ നാട്ടിൽ ചിലവഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങളൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുടുങ്ങുമെന്ന് കണ്ടപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ച് വിദേശത്തേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. അദ്ദേഹം ഇപ്പോൾ ഏതായാലും വിദേശത്താണ്. ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു നമ്മുടെ പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ യുവതിയുടെ മരണത്തിന് മുന്നേ എഴുതി വെച്ച കുറിപ്പും അതുപോലെ തന്നെ സ്വന്തം സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ നിങ്ങൾ ആദ്യമായി കേട്ട വോയിസ് റെക്കോർഡുമെല്ലാം കണ്ട സമയത്ത് അവർക്ക് പ്രേരണാ കുറ്റത്തിനും അതുപോലെ തന്നെ ഈ മർദ്ദനത്തിനും അതുപോലെ തന്നെ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് എടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകും. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. അദ്ദേഹം നിരന്തരമായിട്ട് കുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്നാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത്. നമുക്ക് അവരുടെ ബന്ധുക്കളുടെ വാക്കുകളൊന്ന് കേൾക്കാം. കാരണം ചില ഭർത്താവിൻ്റെ മാനസികമായിട്ടുള്ള പീഡനവും ഭയങ്കരമായ പീഡനവും കല്യാണം കഴിഞ്ഞ ശേഷം മുതലേ പീഡനം ഉണ്ടെന്നാണ് സുഹൃത്തുക്കളോട് പറഞ്ഞത്. അപ്പോൾ മാസങ്ങൾ മാത്രം നീണ്ട ദാമ്പത്യത്തിനൊടുവിലാണ് ആ കുട്ടിക്ക് മരിക്കേണ്ടി വന്നത്. ഏതായാലും 100% നമുക്ക് ഉറപ്പിക്കാം. കാരണം ഒരു കാരണവുമില്ലാതെ ഒരു കുട്ടിയും ആദ്യം ഞരമ്പ് മുറിക്കാനും പിന്നെ മരിക്കാനും അതുപോലെ തന്നെ മരിക്കുന്നതിന് മുന്നേ ഇത് എഴുതി വെക്കാനും ഒന്നും തയ്യാറാവില്ല എന്ന് പച്ചവെള്ളം പോലെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഭർത്താവിനെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയതായാലും അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളിലേക്ക് പോലീസിന് കടന്നു ചെല്ലാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു നാട് മൊത്തം ഇതൊരു കൊലപാതകത്തിൻ്റെ കോലത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം അത്രയും മാനസികമായ രീതിയിലുള്ള ഒരു പീഡനം ആ സഹോദരി ആ വീട്ടിലും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും നേരിട്ടു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ ഭർത്താവായ ആസിഫിൻ്റെ ഉപ്പ പറയുന്നത്. ആ കുട്ടിക്ക് ആ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഭർത്താവിൻ്റെ ഉപ്പ പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് കൂടി കേൾക്കാം. ഇതുവരെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ കൊറേ വാട്സപ്പുകാർ ഇങ്ങനെ അടിച്ചു വിടലാണല്ലോ സംഭവം. ഇതിലൊരു സത്യമില്ല. നമുക്ക് ഒരു ഇതുമില്ല. കാരണം അത്രയും നല്ല മോള നമ്മളോടെല്ലാം അങ്ങനെ കളിക്കുന്നു. ഒരു ഇതുമില്ല. ഇല്ലെങ്കിൽ അന്ന് മരിക്കുന്ന അന്ന് വൈകുന്നേരം എന്റെ മൂത്ത മോന്റെ ഭാര്യയും ഭാര്യന്റെ ഉപ്പയും ഭാര്യന്റെ ഉമ്മയും ആടെ പോയിട്ട് സംസാരിച്ച് ഇവരെ കണ്ടിട്ടെല്ലാം വന്ന. ഇങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ പൊന്നായിരുന്നു,
ചങ്കായിരുന്നു, ഞങ്ങൾക്കെല്ലാം ആയിരുന്നു, ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ തിരിഞ്ഞു നോക്കുകയുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു പ്രശ്നവുമില്ലാത്ത വീട്ടിൽ കുട്ടി കൈമുറിക്കാൻ വേണ്ടി പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ മാസങ്ങൾ മാത്രമാണ് ഇവർ ഒന്നിച്ച് ജീവിച്ചത്. ഇത് ഓഗസ്റ്റാണ്, എന്നാൽ ജൂലൈ മാസം 28-ാം തീയതിയാണ് ഈ സഹോദരി മരിച്ചത്. കല്യാണം കഴിച്ചതാവട്ടെ ജനുവരി മാസത്തിലും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എത്ര മാസം മാത്രമാണ് ഇവരുടെ ദാമ്പത്യം നീണ്ടു നിന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആസിഫ് എന്ന് പറയുന്ന വ്യക്തി ഈ മയക്കുമരുന്നിനും അതുപോലെ തന്നെ കഞ്ചാവ് അടക്കമുള്ള രാസലഹരികൾ ഉപയോഗിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട മനപ്രയാസം തന്നെയാണ് സഹോദരിയെ ഈ ഒരു വൃത്തികെട്ട മരണത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വണിൽ ഒരു വാർത്ത വന്നിരുന്നു. നമുക്ക് ആ വാർത്തയുടെ ഏതാനും വിശദാംശങ്ങൾ നമുക്കൊന്ന് കാണാം. റിസ ജീവനൊടുക്കിയതിന് ശേഷം അസ്വാഭാവിക മരണത്തിനായിരുന്നു വളപട്ടണം പോലീസ് കേസെടുത്തത്. അതിനുശേഷമാണ് റിസയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് പോലീസ് അവിടെ വീട്ടിൽ പരിശോധിച്ചപ്പോൾ റിസ എഴുതിയ ഒരു കുറിപ്പും ജീവനൊടുക്കുന്നതിന് മുമ്പ് എഴുതിയ കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് റിസയുടെ വീട്ടുകാർ റിസയുടെ ഫോണ് പരിശോധിച്ചപ്പോഴാണ് സുഹൃത്തുക്കൾക്ക് അയച്ച ചില ശബ്ദ സന്ദേശങ്ങളും ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ കണ്ടത്. അതും റിസയുടെ വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് ആ ഫോണൊക്കെ പരിശോധിച്ചു, സുഹൃത്തുക്കളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി. അത് മനസ്സിലാക്കിയതിനു ശേഷം എഫ്ഐആറിൽ ഭർത്താവ് ആസിഫിനെതിരെ പ്രേരണാ കുറ്റത്തിനും യുവതി ജീവനൊടുക്കിയതിന്റെ പ്രേരണാ കുറ്റത്തിനും ഭർതൃപീഡനത്തിനുമുള്ള വകുപ്പുകൾ കൂടെ ചുമത്തിയിട്ടുണ്ട്. നിലവിൽ ഇയാൾ വിദേശത്താണ്. ഈ കുട്ടി മരിച്ച ആ ദിവസം നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വിദേശത്തുള്ള ആസിഫ്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇയാൾ തിരിച്ച് വിദേശത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. വലിയ പീഡനമാണ് റിസ എന്ന പെൺകുട്ടി നേരിട്ടത് എന്നാണ് റിസയുടെ വീട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. റിസയും ആസിഫ് തമ്മിലുള്ള കല്യാണം നടക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി 8-ാം തീയതിയായിരുന്നു. അതായത് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ 2-ാമത്തെ മാസം തൊട്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിസയുടെ വീട്ടുകാർ പറയുന്നത്. അതിന് കാരണം 2-ാമത്തെ മാസം ജനുവരിയിൽ കല്യാണം കഴിഞ്ഞു, മാർച്ച് മാസം ഇവർ വിദേശത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ആസിഫ് ലഹരി ഉപയോഗിക്കുന്നത് റിസയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ചോദ്യം ചെയ്തതിന് ശേഷം വലിയ പീഡനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും റിസക്കുണ്ടായി എന്നതാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ ആ സമയത്ത് റിസയുടെ പിതാവ് പ്രായമായ ആളാണ്, സുഖമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ റിസ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇത്രയും പീഡനങ്ങൾ നേരിട്ടതൊക്കെ ഉള്ളിലൊതുക്കി വെക്കുകയായിരുന്നു ചെയ്തത്. പിന്നീടാണ് കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോഴാണ് സുഹൃത്തുക്കളുമായി ഈ കാര്യം പങ്കുവച്ചത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് വാർത്തകൾ ദിനംപ്രതി പുറത്തേക്ക് വരുന്ന നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ കുട്ടികളുടെയും വയസ്സെടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം 20, 22, 26 ആ വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളാണ് ഇത്തരത്തിൽപ്പെട്ട മരണങ്ങൾ പെട്ടെന്ന് തിരഞ്ഞെടുത്ത് പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് അത്തരത്തിൽപ്പെട്ട വിഷമങ്ങളൊന്നും തന്നെ താങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടികൾ വളർന്നിട്ടില്ല. അതാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. കാരണം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എന്ന് നിങ്ങളുടെ കുട്ടികൾ കല്യാണം കഴിച്ച വീടുകളിൽ പ്രയാസമുണ്ട് എന്ന് വന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും മകളെ ഇതെല്ലാം മാറിക്കൊള്ളും, കല്യാണം കഴിച്ചാൽ നിങ്ങളിതൊക്കെ അനുഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉന്തി വിടാൻ പാടില്ല. കാരണം ഓരോ കുട്ടികളുടെയും മനസ്സ് എന്ന് പറയുന്നത്, ആ മനസ്സിൻ്റെ കട്ടി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ചില ആൾക്കാർക്ക് ഇതെല്ലാം താങ്ങാനും അതുപോലെ തന്നെ സഹിക്കാനും ഭാവിയിലേക്ക് ആസിഫ് കാക്ക നന്നായി വരും എന്നെല്ലാം ചിന്തിക്കാനും എല്ലാം സാധിക്കുമായിരിക്കും. പക്ഷേ ചില കുട്ടികൾക്ക് അവർ കണ്ട സ്വപ്നത്തിലെ ഭർത്താവല്ല എങ്കിൽ അവർക്കത് അംഗീകരിച്ചിട്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. ഇനി അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് കുട്ടികളെ കാര്യമായിട്ട് ഒന്ന് കൗൺസിലിംഗ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ കൂടി വിളിച്ചു വരുത്തി പറയുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അല്ലാതെ നമ്മൾ ഇതാരും അറിയരുത്, എളാപ്പി അറിയരുത്, മൂത്താപ്പി അറിയരുത്, നാട് അറിയരുത്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനം പോകുന്ന കേസാണ് എന്ന് വിചാരിച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, കാരണം ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ബാധ്യതകളും ഒരുപാട് കടങ്ങളെല്ലാം വരുത്തിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അത് വിചാരിച്ചിട്ട് ആ കുട്ടി ഒരു കാര്യങ്ങളും സ്വന്തം വീട്ടിൽ വന്ന് പറയാൻ മടിക്കും. അത് തന്നെയാണ് ഈ ഫാത്തിമത്ത് നുസ്ര എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയും ചെയ്തത്. കാരണം ഉപ്പ കിടത്തത്തിലാണ്, രോഗിയാണ്. അതുകൊണ്ട് ഉപ്പ ഇതൊന്നും അറിയാൻ വേണ്ടി പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആരോടും ഇതൊന്നും പറഞ്ഞില്ല. പക്ഷേ മനസ്സ് പൊട്ടി സഹിക്കാതെ വന്നപ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു.
ആ വോയിസ് മെസ്സേജ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടു കാണും. ഇതൊക്കെ ഒരു ഉപ്പയ്ക്കും ഒരു ഉമ്മയ്ക്കും ഒരു നാടിനുമൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കുട്ടികൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അത് കേട്ട് നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ ഇരു കൈ നീട്ടി സ്വീകരിക്കുക. കാര്യമായിട്ടുള്ള കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ബന്ധമാണെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയുന്നതാണ് എന്തുകൊണ്ടും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നല്ലത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കാരണം നല്ലൊരു അന്വേഷണം ഇതിൻ്റെ പുറത്ത് ആവശ്യമാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ആസിഫിനെ വിദേശത്ത് നിന്ന് വരുത്താനുള്ള നടപടികളുമായിട്ട് പോലീസ് പോകുന്നുണ്ട് എന്നെങ്കിലും അതിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ രണ്ടാമതും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി തയ്യാറായത്. ഏതായാലും ഈ ഫാത്തിമത്തുൽ റിസ എന്ന് പറയുന്ന സഹോദരിക്ക് നീതി കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണുക. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.